So hello guys, welcome back to the video. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു 30,000 rupees താഴെ വരുന്ന സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോ ഇടാവുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോരാടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും പിന്നെ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz 1.5K POLED കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ 4 സൈഡും കർവ് ചെയ്ത പരിപാടി. സോ ഒരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോട്ടോ H60 Proയും പരിഗണിക്കാവുന്നതാണ്. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മീഡിയടെക്കിന്റെ ഡെമൻസിറ്റി 8350 എക്സ്ട്രീം എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട് വരും. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 10 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറന്നും ബാക്ക് ക്യാമറന്നും. സോ രണ്ട് ക്യാമറന്നും 4K വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനവും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ഒരു എമണ്ട ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിന്റെ ടർബോ പവർ ചാർജറാണ്. പിന്നെ 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. LPDDR5Xും UFS 4.0 കിട്ടുന്നുണ്ട്. IP68 69 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോട്ടോ H60 Proയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+256GB ROM വേരിയന്റ് 29,448 രൂപയ്ക്കാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി GT70. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി, ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റി, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു റിയൽമി GT70 പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയടെക്കിന്റെ ഡെമൻസിറ്റി 8400 Max എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറന്നും ബാക്ക് ക്യാമറന്നും. സോ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ഒരു എമണ്ട ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. പിന്നെ IP69 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും പരിഗണിക്കാവുന്ന ഒരു സാധനമാണ്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+256GB ROM വേരിയന്റ് 30,900 rupees വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം 29,355 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് റിയൽമിയുടെ 15 Proയും പരിഗണിക്കാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി GT60യും പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord 5. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന, പിന്നെ അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കും ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിന്റെ 1.5K സ്വിഫ്റ്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്, നമ്മുടെ IQ Neo 10R വരുന്ന ഒരു പ്രോസസർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു Nord 5ലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 50 മെഗാപിക്സലിന്റെ തന്നെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറന്നും ബാക്ക് ക്യാമറന്നും. അത്യാവശ്യം ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6800 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. പിന്നെ IP65 റേറ്റിംഗേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടുന്നുണ്ട്. LPDDR5Xും UFS 3.1 കിട്ടുന്നുള്ളൂ. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റി, പിന്നെ ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോൺ അത് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു OnePlus Nord 5ഉം പരിഗണിക്കാവുന്നതാണ്. സോ ഈ സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+256GB ROM വേരിയന്റ് 39,999 രൂപയ്ക്കാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F7.
സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ, 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7550 mAh ഒരു അതിയമണ്ടൻ ബാറ്ററി, അങ്ങനെയല്ലേ പറയണം, അങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 90 വാട്ട്സിൻ്റെ ടർബോ ചാർജറാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസൊക്കെ പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വേരിയൻറ്റ് 39,999 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം 29,999 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മുടെ iQOO Neo 10. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസ്, ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി, അത്യാവശ്യം ഒരു കിടിലം ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കൂടെ പറയാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ നോർമൽ യൂസിൽ 120 Hz തന്നെയാണ് വരുന്നത്. ഗെയിമിങ്ങിലോട്ടൊക്കെ മാറുമ്പോഴാണ് ഈ ഒരു 144 Hz ഒക്കെ വരുന്നത്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ്. പിന്നെ നമ്മുടെ iQOOൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. ബൈപാസ് ചാർജിങ്ങും 7K അൾട്രാ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു iQOO Neo 10 പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം 30,999 വാങ്ങാവുന്നതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ iQOO Neo 10R പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 28,999 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 പ്രോസറാണ് വരുന്നത്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. സോ ഇതൊക്കെയാണ് 30,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളാക്കി ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.